IFFK മൂന്നാം ദിനം പ്രദർശനത്തിന് 67 ചിത്രങ്ങൾ, വേൾഡ് സിനിമ ടുഡേ വിഭാഗത്തിൽ 23 ചിത്രങ്ങളും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 5 ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിലും ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിലും ഓരോ ചിത്രങ്ങൾ വീതവും ഇന്ന് പ്രദർശിപ്പിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ 67 ചിത്രങ്ങളാണ്. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ജാക്കർഡ് ഒഡിയാഡിന്റെ എമിലിയ പെരസ് ഇന്ന് പ്രദർശിപ്പിക്കും. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിലും 5 ചിത്രങ്ങൾ ആസ്വാദകർക്ക് മുന്നിലെത്തും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് ആൻഹുയുമായി സരസ്വതി നാഗരാജ് നടത്തുന്ന സംഭാഷണം മേളയുടെ മറ്റൊരു ആകർഷണമാകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ നില തിയേറ്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ പറയുന്ന ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമയും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 2 മലയാള ചിത്രങ്ങളിലൊന്നാണ് ഫെമിനിച്ചി ഫാത്തിമ. ജിതിൻ ഐസക് തോമസ് സംവിധാനം ചെയ്ത ഒരു കെനിയൻ ഗോത്രഗാനത്തിന്റെ പിന്നിലുള്ള ചരിത്രം അന്വേഷിക്കുന്ന കഥ പറയുന്ന പാത്ത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. വേൾഡ് സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയായ ക്വീർ 1960-ൽ മെക്സിക്കോയിൽ 2 പുരുഷന്മാർക്കിടയിൽ ഉരുത്തിരിഞ്ഞ പ്രണയത്തിന്റെ കഥയാണ് പറയുന്നത്. കൂടാതെ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, മാലു, ഭഗ്ജൻ, കാമദേവൻ നക്ഷത്രം കണ്ടു തുടങ്ങിയ വ്യത്യസ്തമായ ചിത്രങ്ങളും ഇന്ന് പ്രദർശനത്തിനെത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.